നവാഗതനായ റിയാസ് മാരത്ത് സംവിധാനം ചെയ്ത് ഭാവനയും റഹ്മാനും പ്രധാന വേഷങ്ങളിലെത്തിയ അനോമി വ്യത്യസ്തമായ ഒരു സിനിമാനുഭവമാണ് നൽകുന്നത്. മലയാള സിനിമ കണ്ടുശീലിച്ച പരമ്പരാഗത ത്രില്ലർ സിനിമകളിൽ നിന്നെല്ലാം മാറി സയൻസ് ഫിക്ഷന്റെ സാധ്യതകൾ ഒരു കുറ്റാന്വേഷണ സിനിമയിൽ അതിഗംഭീരമായി സംവിധായകൻ ഉൾച്ചേർത്തിട്ടുണ്ട്. പ്രധാന താരങ്ങളായി എത്തിയ ഭാവനയുടെയും റഹ്മാന്റെയും മികവുറ്റ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഫോറൻസിക് ഉദ്യോഗസ്ഥയായ സേറ എന്ന കഥാപാത്രമായി ഭാവന എത്തിയപ്പോൾ ജിബ്രാൻ എന്ന പോലീസ് കഥാപാത്രമായാണ് റഹ്മാൻ ചിത്രത്തിലെത്തിയത്. അതുപോലെ തന്നെ നഗരത്തിൽ അരങ്ങേറുന്ന 3 ആത്മഹത്യകൾ എങ്ങനെയാണ് മറ്റു പലതിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്നതാണ് സിനിമയുടെ തുടക്കം. എന്തിനായിരിക്കും 3 പേർ ആത്മഹത്യ തെരഞ്ഞെടുത്തത്? ആ ചോദ്യം പ്രേക്ഷകരും ചോദിച്ചു തുടങ്ങുമ്പോൾ അനോമി അതിന്റെ ഓരോ ഉത്തരങ്ങൾ നൽകി തുടങ്ങുന്നു. പൊതുവെ കണ്ടുശീലിച്ചിട്ടുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ എല്ലാത്തിലും ഉള്ള പോലെ കുറ്റവാളിയുടെ മോട്ടീവ് അനോമിയിലും അവസാനം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് പോലും പ്രേക്ഷകർ ചിന്തിക്കുന്ന എല്ലാ സാധ്യതകളും ഈ സിനിമ തള്ളിക്കളയുന്നു എന്നത് തന്നെയാണ് അനോമിയെ ഗംഭീര സിനിമയാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ കഥാപാത്രത്തിനും കൃത്യമായ ബാക്ക് സ്റ്റോറികൾ നൽകിക്കൊണ്ട് അവരുടെ ഓരോ ചെയ്തികളെയും അതിന്റെ പരിണിത ഫലങ്ങളെയും സിനിമ മികച്ച രീതിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തായാലും മികച്ച അഭിപ്രായങ്ങളോട് കൂടെ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്.